ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ ജേർണലിംഗ് സപ്ലിമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ജേർണലിങ്ങിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജേർണലിംഗ് സപ്ലിമെൻറ്റ്സ് ഉണ്ടാക്കുന്ന കാണിക്കുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം എൻ്റെ ജേർണലിംഗ് സപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ജേർണലിൻ്റെ സപ്ലിമെൻറ്റ്സ് ഉണ്ടാക്കുന്ന ദിവസം ഇടാം. സത്യത്തിൽ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഒരാഴ്ച കൊണ്ട് നടക്കുന്നു. പക്ഷേ ഒരാഴ്ചയായിട്ട് വീട്ടിൽ ഫോൺ കിട്ടിയില്ല, ഹോസ്പിറ്റൽ കേസൊക്കെ ആയിക്കോട്ടുണ്ടായിരുന്നു. നമുക്ക് താമസിപ്പിക്കാൻ നേരെ വീഡിയോ പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ പാറ്റേൺ പേപ്പേഴ്സാണ് ജേർണലിങ്ങിൻ്റെ. ആദ്യമേ ഞാൻ പറയാണ്, എൻ്റെ ഉള്ളത് അത്ര നല്ല കളക്ഷൻസ് ഒന്നുമല്ല, എന്നാലും എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ കൂടുതലും നോക്കി ചെയ്യുന്നത്, ഞാൻ കടിൽ ക്ലൗഡിൻ്റെ വിൻറ്റേജ് ജേർണലിങ്ങിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ അതിൽ കാണിക്കുന്നത് വേറെയും ഞാൻ ചെയ്യുന്ന വേറെയും ആയിട്ടാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ പാറ്റേൺ പേപ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഇത്രയാണ് എൻ്റെ പാറ്റേൺ പേപ്പേഴ്സ്. ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഇടണം, ഇത്, പിന്നെ ഇതിടണം, ഇതൊരെണ്ണം, പിന്നെ ഈ ഒരെണ്ണമുണ്ട്, എൻ്റെ പാറ്റേൺ പേപ്പേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ 4ാം ക്ലാസ്സിൽ ചെയ്യുമ്പോൾ ജേർണൽ ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. ആ വീഡിയോ അപ്ലോഡ് ആയില്ല, നേരെ ഞാൻ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ 4ാം ക്ലാസ് ഞാൻ ജേർണൽ ചെയ്യുന്നത് അത്ര നല്ല ജേർണൽ ഒന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കി കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് എൻ്റെ വീട്ടിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഓർമ്മയ്ക്ക് വേണ്ടി. അതാണ് കാണിച്ചത്. നമ്മൾ അത്ര നല്ലതൊന്നും അല്ല, എന്നാലും കാണിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കോഴിയുടെ വാടിയിലേക്ക് ഇരിക്കുന്നതിനാണ് ഇത് നല്ല സർക്കിൾ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചപ്പോൾ എൻ്റെ താത്തിക്കൊക്കെ കാണിച്ചു. അപ്പോൾ താത്തി പറഞ്ഞു, ഇതൊക്കെ ജേർണലിങ്ങിൽ വെച്ചാൽ ചില പേജിൽ വെച്ചാൽ നല്ല രസം ഉണ്ടായിരിക്കും കാണാനുണ്ടെന്ന്. അത് നിങ്ങൾക്കത് ആദ്യം എൻ്റെ പാറ്റേൺ പേപ്പേഴ്സ് ഇഷ്ടപ്പെട്ടവൻ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. ഇപ്പോൾ പാറ്റേൺ പേപ്പേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ക്രഷ് പേപ്പർ ഉണ്ടായിരുന്നു. ക്രഷ് പേപ്പർ ആദ്യത്തെ ക്രഷ് പേപ്പർ 3 ഉള്ളൂ. പിന്നെ ക്രഷ് പേപ്പർ ആദ്യം ഒരു ബ്രൗൺ കളർ അടിച്ചിരുന്നായിരുന്നു. പിന്നെ ഈ ഒരു കളർ, ഇതൊരു ഓറഞ്ചും. ഇതിൻ്റെ ഒരു ടെക്നിക്ക് ടൈപ്പ് പറഞ്ഞാൽ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഒത്തിരി ഓറഞ്ചും യെല്ലോയും ഗോൾഡും കൂടി ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ എൻ്റെ പേപ്പർ നേരത്തെ എടുത്തിട്ട് ഓറഞ്ച് ഇങ്ങനെ ഗോൾഡ് ഇങ്ങനെ ഓരോ സ്ഥലത്താക്കിയിട്ട് പേപ്പർ ചുരുട്ടുക, നിവർത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് തിളങ്ങി കൂടെ എടുത്തിട്ട് നമ്മൾ ഗോൾഡ് കളർ അവിടെ എവിടെയൊക്കെ ആയിട്ട് കൂടി അടിച്ചെടുത്താൽ നമ്മൾ ഈ പാറ്റേൺ പേപ്പർ വളരെ രസമാണ്. പിന്നെ ഒരു പേപ്പറിൻ്റെ എഴുത്തിൻ്റെ ഇത്ര ഇങ്ങനെ ക്രഷ് പേപ്പർ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ക്രഷ് പേപ്പർ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ബേൺ പേപ്പറാണ് കാണിക്കാൻ പോകുന്നത്. ബേൺ പേപ്പർ എൻ്റെ 2 ഉള്ളൂ. ഇടയ്ക്ക് ജേർണലിങ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതൊരെണ്ണമാണ് എൻ്റെ ഒരു ബേൺ പേപ്പർ. ഇതാണ് അടുത്തൊരു ബേൺ പേപ്പർ. രണ്ടാണ് എൻ്റെ ഉള്ള ഒരു ബേൺ പേപ്പർ. എന്താണ് പിന്നെ സ്റ്റാമ്പ് കാണിച്ചു തരാം. ഇത് കുറച്ച് സ്റ്റാമ്പ്സ് ഞാൻ ഉണ്ടാക്കിയതാണ്. കുറച്ച് ഞാനൊരു ടെക്നിക്ക് ഒഴിച്ചിട്ടുണ്ട്, ആ ടെക്നിക്ക് കൂടി കാണിച്ചത്. ഹായ് പറയൂ. ഹായ്. പേര് പറഞ്ഞിട്ടുള്ളത് മൈ നെയിം ഈസ്. ഓക്കെ, നമുക്ക് സ്റ്റാമ്പാണ് അടുത്തത്. സ്റ്റാമ്പ് ഇത് ഈ ഒരു സ്റ്റാമ്പ് ഉണ്ട്, ഞാൻ ഉണ്ടാക്കിയതാണ്. ഇനി ഇത് ഞാൻ എൻ്റെ താത്തിയുടെ ഉണ്ടാക്കി വെച്ചതാണ്. ഇത് വേണം. പിന്നെ ബേൺ പേപ്പർ ഞാൻ കാണിച്ചായിരുന്നു. ഇന്നലെ അനിയത്തി സ്കൂളിൽ പള്ളിയിലത്തേക്ക് ടെക്സ്റ്റിൽ ഒട്ടിക്കാൻ വേണ്ടി സ്റ്റിക്കേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് 3 ഫ്ലവർ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആയിരുന്നു ഉണ്ട്. അത് ഫ്ലവറിൻ്റെ സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇങ്ങനെ ആക്കി സ്റ്റാമ്പ് പോലെ ആക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ജേർണലിങ്ങിന് ഒട്ടിക്കുന്ന വീഡിയോ എടുത്ത് കാണിച്ചിട്ട് ഞാൻ ഒട്ടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാമ്പ്സ് ഇത്രയുള്ള ആ പൂവിൻ്റെ സ്റ്റാമ്പ്സും കൂടി കാണിച്ചു തരാം. ഇതൊരു ഡെയ്സി പൂവാണെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കിഡ്സിനോട് ഏത് ഫ്ലവറാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് ട്യൂലിപ്സ് ആയിരിക്കുന്നതാണ്. അപ്പോൾ ട്യൂലിപ്സും ഉണ്ട് നമ്മളെ. പിന്നെ ഉള്ളതൊരു റോസയുടെ ബൊക്കയാണ്. റോസയുടെ ബൊക്ക ഉണ്ട്. പിന്നെ ഒരു റോസ് ഉണ്ട്. ഇത്രയാണ് നമ്മളെ ഫ്ലവർ സ്റ്റാമ്പ്സ്.
പിന്നെ അനിയത്തി ഞാൻ തന്നെ ഉണ്ടാക്കിയ കുഞ്ഞ് സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. ഞാൻ എഴുതിയിട്ടില്ല, എഴുതാനുള്ള സെൻറ്റൻസ് ഒക്കെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഇത് ജേർണലിങ്ങിൻ്റെ സപ്ലിമെൻറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചേക്കുന്നതായിരുന്നു. പിന്നെ അടുത്തത് നമ്മളെ ഫിലിം അല്ല, സോറി ഇത് നമ്മളെ വിൻറ്റേജ് ഫ്രെയിമാണ്. ഇതൊരു പർപ്പിൾ ഷെയ്ഡുണ്ട്, കത്തിട്ടിട്ടുണ്ട്. ഇതേപോലെ ഓറഞ്ച് ഉണ്ട്, നീല കളറുണ്ട്, ഇതുണ്ട്. ഈ ഒരു കളർ അറിയാൻ പറ്റുന്നില്ല അല്ലേ. ഇത് ഈ ഒരു കളറുണ്ട്. ഇത്ര കളറാണ് എൻ്റെ ഉള്ളത്. എല്ലാം ഈ ഒരു ഷേപ്പാണ്, വേറെ ഒന്നുമില്ല. ഈ ഒരു ഷേപ്പും പിന്നെ ഈ ഒരു ഷേപ്പും രണ്ടാണ് എൻ്റെ ഉള്ളത്. ഞാൻ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഫ്ലോപ്പായി പോകുന്നൊരു കാര്യമാണ് ഫ്ലവർ സ്റ്റിക്കേഴ്സ് ആൻഡ് സർക്കിൾ സ്റ്റിക്കേഴ്സ്. ഇത്രയാണ് എന്തിനുള്ള സർക്കിൾ സ്റ്റിക്കേഴ്സ്. നമുക്ക് സർക്കിൾ സ്റ്റിക്കർ വേണം. എൻ്റെ കോയിൻ സ്റ്റിക്കർ ഉണ്ടായിരുന്നു, ഒരെണ്ണം ഉണ്ട് അവസാനമായിട്ട്. അത് ഞാൻ ജേർണൽ സ്റ്റിക്കേഴ്സിൻ്റെ സമയത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അതാണ് കേട്ടോ. സർക്കിൾ സ്റ്റിക്കറിൻ്റെ ഇതൊരെണ്ണം പിന്നെ ഇതൊരെണ്ണം ഉണ്ട്. ഒരെണ്ണം അല്ല, കുറേ ഉണ്ട്. ഇതൊരെണ്ണം ഉണ്ട്, ഇത് വൈറ്റ് ഉണ്ട്. ഇത്രയാണ് സർക്കിൾ സ്റ്റിക്കേഴ്സ് ഉള്ളത്. കുറച്ച് അതും അതിൻ്റെ അകത്തിട്ടു. കുറച്ച് ഫ്ലവർ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇതിങ്ങനെ ചക്കിയിലൊത്ത് പുള്ളിയിൽ ഞാൻ വരച്ചത്. ഇതാണ് ഞാൻ ചെയ്തതിനുള്ള ഏറ്റവും കൂടുതൽ ഫ്ലോപ്പായി പോകുന്ന സംഭവം കേട്ടോ. അത് ഞാൻ വെറും 3 കേട്ടുള്ളൂ. പിന്നെ ഈ ഒരു സാധനം എൻ്റെ താത്തയുടെ ഇന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ്. എന്തിനാണെന്നുള്ളത് എനിക്കറിയില്ല. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഡ്രസ്സസില്ലേ, പ്രത്യേകിച്ച് ബാഗി ക്രോപ്പ് ടോപ്പൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ടാഗിലുള്ളൊരു പിക്ചറാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ താത്തയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് എനിക്ക് ഇവിടെ അറിഞ്ഞിട്ടായി ഗൈസ്. അങ്ങനെ വെച്ച് ഈ സെക്കൻഡ്സ് നമ്മൾ വാഷി ടൈപ്പാണ് കാണിക്കാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ഉള്ള ഒരു വാഷി ടൈപ്പ്, ഒരു പിങ്ക് ആൻഡ് ഇട്ടിരുന്നു. പിന്നെയുള്ളത് ഇതാണ്, നേരെ തിരിച്ചായിട്ട് വരണം. ഇത് ഈ ഒരു കളറാണ്, നല്ല മാച്ചിങ്ങിലായിട്ട് ഏതാണുണ്ട്. പിന്നെ ഒരെണ്ണം ഒരു യെല്ലോ വിത്ത് പിങ്ക് ഷെയ്ഡാണ് ഒരെണ്ണമുണ്ട്. ഞാൻ ചെയ്തതിന് അത്ര വളരെ സിമ്പിളായിട്ട് ചെയ്തത് പാറ്റേൺ പേപ്പറാണ്. ഇത് കളർ റോസിൻ്റെ, ഇത് കടിൽ ക്രൗഡിൻ്റെ ഞാൻ കണ്ടു ചെയ്തതാണ്. പക്ഷേ സർക്കിൾ റോസ് അത്ര ശരിയായില്ല. ഇത് വേണം, ഒരു ഓറഞ്ച് ഇതിലൊരു. ഇത്രയാണ് എൻ്റെ വാഷി ടൈപ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കാണിക്കാത്തത് എന്താണ്, ഫിലിം സ്ട്രിപ്സ് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എന്താ കുറച്ച് ഫിലിം സ്ട്രിപ്സ് 4-3 ചെന്നു. ഓക്കെ, ഇത്രയാണ് എൻ്റെ ജേർണലിംഗ്. ബൈ ബൈ.